തിരുവചനപ്രഭയിൽ ഉണരാം പുതുതാകാം പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി. തിരുവചനപ്രഭയിൽ ഉണരാം പുതുതാകാം പുതിയൊരു പാതയതിൽ പോകാം സാക്ഷികളായി. പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത പ്രകാശനായ പ്രകാശിത. പൂർവപിതാക്കളിൽ ഈശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം. പൂർവപിതാക്കളിൽ ഈശൻ നൽകിയ കൃപകൾ ധ്യാനിക്കാം. സ്തുതികൾ പാടിടാം, താണുവണങ്ങിടാം. ഈ ദൈവം എന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. ഈ ദൈവം ഇന്നുമെന്നും നമ്മുടെ ദൈവമല്ലോ. നവീകരിക്കണമേ നാഥാ തിരുസഭയെ, പ്രകാശമാക്കിടണേ തിരുരാജ്യമഹിമയ്ക്കായി. നവീകരിക്കണമേ നാഥാ തിരുസഭയെ, പ്രകാശമാക്കിടണേ തിരുരാജ്യമഹിമയ്ക്കായി. മാർത്തോമ സഭയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മുൻ ഡയറക്ടറും ഇപ്പോൾ CSSM സ്റ്റേറ്റ് സെക്രട്ടറിയുമായിരിക്കുന്ന സാജൻ പി മാത്യു അച്ഛനാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അച്ഛനെ ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവ നിയോഗങ്ങളും പ്രാണനും പ്രാണ പ്രഭാവങ്ങളും നാഥാ നിൻ ദിവ്യമം ദാനങ്ങളല്ലേ, ഇതൊന്നും എൻ്റേതല്ല. നാഥാ നിൻ ദിവ്യമം ദാനങ്ങളല്ലേ, ഇതൊന്നും എൻ്റേതല്ല. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. അച്ഛന് സഭയിലും സഭയ്ക്ക് വെളിയിലും അറിയപ്പെടുന്ന ഒരു ഗായകനും ഗാനരചയിതാവുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഗാനരചനകൾ
അച്ഛന് ചെറുപ്പകാലം മുതൽ തന്നെ പരിശീലിച്ചൊരു സംഗതിയാണോ അതോ ജീവിതത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രത്യേക അനുഭവത്തിൽ തുടങ്ങിയ ഒരു പരിപാടിയാണോ ഒന്ന് അതിനെക്കുറിച്ചൊന്ന് പറയാം അച്ഛന്. എൻ്റെ ഇടവക പള്ളിയിലെ ഗായക സംഘത്തിലെ പങ്കാളിത്തവും പിന്നീട് പിൽക്കാലത്ത് അതിന് നേതൃത്വം നൽകേണ്ടി വന്ന നാളുകളിൽ എൻ്റെ യൂണിവേഴ്സിറ്റി പഠന നാളുകളിൽ 1980-കളിലൊക്കെ ഓരോ ക്രിസ്മസ് നാളുകളും വരുമ്പോൾ ഗായക സംഘത്തിന് വേണ്ടി പുതിയ ക്രിസ്മസ് കരോൾ ഗാനങ്ങൾ തേടുന്നതൊരു വലിയ സാഹസമായിരുന്നു. ഈ പുതിയ പാട്ടുകൾ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോൾ പുതിയ പാട്ടുകൾ, ക്രിസ്മസ് പാട്ടുകൾ എഴുതി തുടങ്ങിയതാണ്. പിന്നീട് അത്തരത്തിലാണ് അങ്ങനെ ഒരു പരിശ്രമം ആദ്യം ഉണ്ടാവാൻ ദൈവം വഴിയൊരുക്കിയത്. അപ്പോൾ സാഹചര്യങ്ങളാണ് അച്ഛനെ നിർബന്ധിച്ചത് ഈ ഗാന രചയിതാവായി മാറുവാനായിട്ട്. അങ്ങനെ ഒരു സാധ്യത ദൈവം വെളിപ്പെടുത്തി തന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ. അച്ഛൻ രചിച്ച ആദ്യത്തെ ഗാനത്തിൻ്റെ വരികൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, ഒന്ന് പറയാമോ ഏതാന്ന്? ഒരു ക്രിസ്മസ് ഗാനമാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. നിലാവുദിച്ചു കുളിർത്തന്നൽ വീശി ദേവൻ പിറന്നു. അത് ഞങ്ങളുടെ ഗായക സംഘം ആ ക്രിസ്മസ് കരോളിന് വേണ്ടി പാടി. അതാണ് എൻ്റെ ഓർമ്മയിലുള്ള പാട്ട്. തുടർന്ന് കോളേജിലും അച്ഛന് ഇതുപോലെ പാടേണ്ടതായുള്ള രംഗങ്ങൾ വരുമ്പോൾ സ്വയമായിട്ട് ഗാനം രചിച്ച് പാടി എന്നുള്ളതാണ് അച്ഛൻ പറഞ്ഞത്. പിന്നീട് സെമിനറി വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞപ്പോൾ മാരാമൺ കൺവെൻഷന് വേണ്ടിയൊക്കെ ഗാനങ്ങൾ നൽകുന്നതിന് ആഗ്രഹിക്കുകയും അതിനുള്ള പാട്ടുകൾ ദൈവം തന്നപ്പോൾ മാരാമൺ കൺവെൻഷന് വേണ്ടി പാട്ടുകൾ എഴുതി തുടങ്ങി. ഞാൻ മനസ്സിലാക്കുന്നത് ഈ മാരാമൺ കൺവെൻഷനിൽ അച്ഛൻ്റെ പാട്ടുകളൊക്കെ വളരെ പ്രസിദ്ധമായ പാട്ടുകളായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മാരാമൺ കൺവെൻഷന് പാടി പ്രസിദ്ധമായിട്ടുള്ള ചില പാട്ടുകൾ ഏതൊക്കെയാകുന്നു എന്നൊന്ന് ഇപ്പോൾ പറയാമോ? എൻ്റെ പാട്ടുകളിൽ മാരാമൺ കൺവെൻഷനിൽ ആദ്യം പ്രസിദ്ധീകരിക്കപ്പെടുന്നത് ആശ്വാസദായകനായി എനിക്ക് യേശു അരികിലുണ്ട് എന്ന പാട്ടാണ്. അത് 1985-ലാണ്. ആ പാട്ട് എഴുതാനായിട്ട് എന്തെങ്കിലും പ്രത്യേക സാഹചര്യമുണ്ടോ? ഏതെങ്കിലും ഒരു അനുഭവമോ അല്ലെന്നൊരിക്കൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രചോദനമോ അതിൻ്റെ പിറകിലുണ്ടോ? അതൊന്ന് വ്യക്തമാക്കാമോ? അന്ന് എൻ്റെ സെമിനാരി പഠനത്തിലൂടെ ഒക്കെ അനുഭവിച്ച ഒരു ദൈവ സാന്നിധ്യത്തിൽ ഏത് അനുഭവങ്ങളുടെ മധ്യത്തിലും ദൈവം അരികിലുണ്ട്, യേശു അരികിലുണ്ട് എന്ന ഒരു അഷ്വറൻസിൽ നിന്നും കിട്ടിയ വരികളാണത്. മനസ്സിൻ്റെ ഉള്ളിലേക്ക് യേശുവിൻ്റെ സാന്നിധ്യം ആശ്വാസപ്രദമായി ഉണ്ട് എന്ന് ലഭിച്ച ഒരു ഉറപ്പാണ് അച്ഛനെ ആ പാട്ട് എഴുതാൻ. അച്ഛാ, ആ പാട്ടിൻ്റെ ഒരു 2-3 ലൈനൊന്ന് പാടാമോ ഇപ്പോഴ്? യെസ്. ആശ്വാസദായകനായി എനിക്കേശു അരികിലുണ്ട്, എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ, എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ, ആശ്വാസദായകനായി എനിക്കേശു അരികിലുണ്ട്, എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ, എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. തീർച്ചയായിട്ടും ഈ പാട്ട് കേൾക്കുന്നവർക്കും പാടുന്നവർക്കും അത് മനസ്സിൽ വലിയൊരു ആശ്വാസം പകരും. വലിയൊരു ഉറപ്പിൻ്റെ, ഒരു വലിയ ബലത്തിൻ്റെ അനുഭവം അവർക്കുണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത്ര അർത്ഥവത്തായൊരു പാട്ടാണത്. അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള മറ്റു പാട്ടുകളും മാരാമൺ കൺവെൻഷനിൽ കേട്ടിട്ടുണ്ടല്ലോ അച്ഛൻ്റെ പാട്ടുകൾ. 1-2 പാട്ടുകളൊന്ന് പറയാമോ ഏതൊക്കെയാണെന്ന്? പിന്നീട് കനിവേറും സ്നേഹപിതാവേ നിൻ തിരുസന്നിധി തേടി വരും. അതൊരു അനുതാപത്തിൻ്റെ പാട്ടാണ്. കൂടാതെ വിനയമുള്ളൊരു ഹൃദയം എന്നിൽ മെനഞ്ഞിടേണമേ ദൈവമേ. അത് രണ്ടും അനുതാപവുമായിട്ടൊക്കെ വിനയപ്പെടുത്തുന്നതും അനുദപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാട്ടുകളാണ്. തീർച്ചയായിട്ടും. 51-ാം സങ്കീർത്തനം വായിക്കുമ്പോഴൊക്കെ ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, ആ വാക്യം വായിച്ചപ്പോഴൊക്കെ ദൈവമേ
അതിനെ ബേസ് ചെയ്തൊരു പാട്ട് എനിക്ക് ലഭിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് ദൈവം തന്ന അതിന് സമാനമായ പാട്ടാണ് വിനയമുള്ളൊരു ഹൃദയം എന്നിൽ മെനഞ്ഞിടണമേ. ദാവീദിൻ്റെ പാട്ടാണല്ലോ 51-ാമത്തെ സങ്കീർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് ദാവീദിനോട് ചേർന്ന് അച്ഛനും പാടിയ ആ പാട്ട് ഒന്ന് കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. അച്ഛൻ ഒരു 2-3 ലൈൻ ഒന്ന് പാടാമോ? വിനയമുള്ളൊരു ഹൃദയമെന്നിൽ മെനഞ്ഞിടേണമേ ദൈവമേ, അനുദിനം തവ ഭാവമെന്നിൽ വിളങ്ങിടാൻ കൃപയേകിടൂ. വിനയമുള്ളൊരു ഹൃദയമെന്നിൽ മെനഞ്ഞിടേണമേ ദൈവമേ, അനുദിനം തവ ഭാവമെന്നിൽ വിളങ്ങിടാൻ കൃപയേകിടൂ. തീർച്ചയായിട്ടും ഒരു അനുതാപത്തിലേക്ക് ആളുകളെ നയിപ്പാൻ, ഒരു താഴ്മയുടെ അനുഭവത്തിലേക്ക് നയിപ്പാൻ ഈ പാട്ടുകൾ പ്രചോദകമായി തീർന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ മാരാമണ്ണ് പ്രസിദ്ധമായിരിക്കുന്ന മറ്റു ചില പാട്ടുകൾ കൂടെ ഉണ്ടല്ലോ, 1-2 കൂടി അച്ഛനൊന്ന് പറയാമോ? എല്ലാം ദാനമല്ലേ. അത് വളരെ പ്രസിദ്ധമായൊരു പാട്ടാണല്ലോ, എല്ലാം ദാനമേ. അത് എഴുതാനുണ്ടായ പ്രത്യേക സാഹചര്യമല്ലോ ഉണ്ടോ? ജീവിതത്തിലെ ചില തിരിച്ചറിവുകൾ, അതിലൂടെ ദൈവം തന്ന നിയോഗങ്ങൾ, അങ്ങനെയാണ് എൻ്റെ പാട്ടുകളെല്ലാം തന്നെ സംഭവിച്ചിട്ടുള്ളത്. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. അത് ജീവിതത്തിലെ സുഖമായാലും ദുഃഖമായാലും രോഗമായാലും ആരോഗ്യമായാലും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് എന്നുള്ളൊരു ഉറപ്പ്, ഒരു തിരിച്ചറിവ് ദൈവം തന്ന നാളുകളിൽ കിട്ടിയ പാട്ടാണത്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും ദൈവത്താൽ നിയന്ത്രിതമാണ്, ഞാൻ അനുഭവിക്കുന്നതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ആശയമാണ് ആ പാട്ടിൻ്റെ പിറകിലുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ. പിന്നീടുള്ള വർഷങ്ങളിൽ നയനങ്ങൾ നിറയും നിമിഷങ്ങൾ, ഈ പ്രാർത്ഥനാ നിമിഷങ്ങൾ എന്താണ്? അതോ പ്രാർത്ഥനയുടെ പാട്ടാണോ അതോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അനുഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു പാട്ടാണോ? പ്രാർത്ഥനയെക്കുറിച്ചുള്ള എൻ്റെ ഒരു ധ്യാനത്തിൽ അതിലൂടെ എന്താണ് പ്രാർത്ഥന എന്ന് ദൈവം നൽകിയ ചില സൂചനകളിൽ നിന്ന് ഉണ്ടായ പാട്ടാണത്. നയനങ്ങൾ നിറയും നിമിഷങ്ങൾ, ഈ പ്രാർത്ഥനാ നിമിഷങ്ങൾ. അരുമ പിതാവിൻ അരികിലിരുന്നൻ വ്യസനം മുഴുവൻ പറയും ഞാൻ, അങ്ങനെയാണ് അതിൻ്റെ ചരണം ആരംഭിക്കുന്നത്. എൻ്റെ വല്യപ്പച്ചൻ വീട്ടിലെ ചാരുകശാലയിൽ കിടന്ന് പത്രം വായിക്കുമ്പോൾ, ഒരു കുഞ്ഞായിരുന്നു ഞാൻ അരികിൽ ചെന്നിരുന്ന് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അപ്പച്ചൻ താഴോട്ട് ചെവി ചായച്ച പറ കുഞ്ഞെ ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറയുമായിരുന്നു. ആ ഒരു ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. അരുമ പിതാവിൻ അരികിലിരുന്നൻ വ്യസനം മുഴുവൻ പറയും ഞാൻ, തിരുചെവി ചായച്ച അവനത് കേൾക്കും. അങ്ങനെയാണ് ആ പാട്ടിലോട്ട് വന്നത്. അന്നത്തെ ആ ഒരു വല്യപ്പച്ചനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു അനുഭവം ദൈവവുമായിട്ടുള്ള ബന്ധവുമായിട്ട് നമ്മൾ ചേർത്ത് വായിച്ചപ്പോൾ ഇങ്ങനെയൊരു പാട്ട് നമ്മുടെ മനസ്സിൽ വന്നു അല്ലേ? അച്ഛാ, അതിൻ്റെ ഒരു 2 ലൈൻ കേട്ട്. കാരണം പ്രത്യേകിച്ച് ചെറുപ്പകാലത്തെ അച്ഛൻ്റെ വല്യപ്പച്ചനുമായിട്ടുള്ളൊരു ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു പാട്ടാണല്ലോ. ഇപ്പോൾ അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ചേർത്ത് നമ്മൾ പാടുകയാണല്ലോ. അതിൻ്റെ 2 ലൈൻ ഒന്ന് കേൾക്കുന്നതിന് ആഗ്രഹമുണ്ട്. നയനങ്ങൾ നിറയും നിമിഷങ്ങൾ, ഈ പ്രാർത്ഥന നിമിഷങ്ങൾ, ഹൃദയം ഞാൻ പകരും നിമിഷങ്ങൾ, ഈ പാവന നിമിഷങ്ങൾ. നാഥാ നീ വരണേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. താതാ നീ തരണേ നിന്റെ സാന്ത്വന വചനങ്ങൾ. ഹൃദയം തകരുമ്പോ വേറെ എങ്ങു പോകും ഞാൻ. ഹൃദയം തകരുമ്പോൾ വേറെ എങ്ങു പോകും ഞാൻ. അരുമ പിതാവിൻ അരികിലിരുന്നൻ വ്യസനം മുഴുവൻ പറയും ഞാൻ. മാരാമൺ കൺവെൻഷൻ്റെ ഈ പാട്ടുകളിലൂടെ
അനേകർ ദൈവത്തെ സ്തുതിപ്പാനും അവരുടെ ജീവിതാനുഭവവുമായിട്ട് ബന്ധപ്പെടുത്തി ഈ പാട്ടുകളെ കാണുവാനും പാടുവാനും അനേകർക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഏറ്റവും ഒടുവിലായിട്ട് അച്ഛൻ ഈ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് മാരാമൺ കൺവെൻഷനിൽ പാട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ടോ? അത് ഏതൊക്കെയാണെന്ന് പറയാമോ? ഒടുവിലായിട്ട് കഴിഞ്ഞ വർഷം 2016 മാരാമൺ കൺവെൻഷന് നൽകിയ പാട്ടിൽ 2 പാട്ടുകളുണ്ടായിരുന്നു. അനുഭവങ്ങളിലെല്ലാം അതിശയങ്ങൾ കരുതി വച്ചു എന്നാണ് ആ പാട്ട് തുടങ്ങുന്നത്. എല്ലാ ജീവിതാനുഭവങ്ങളുടെയും പുറകിൽ ദൈവ കൃപയുടെ ഒരു അതിശയം ദൈവം സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സന്ദേശമാണ് ആ പാട്ട് നൽകുന്നത്. ഞാനും കടന്നുപോയ ചില ജീവിതാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് രുചിച്ചറിഞ്ഞ് അങ്ങനെയാണ് ആ പാട്ടിലേക്ക് വന്നത്. അടുത്ത വരി അനുഗ്രഹങ്ങളിലെല്ലാം അവസരങ്ങൾ തുറന്നു തന്നു എന്നാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമ്പം അത് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നതിനുള്ള അവസരങ്ങളായി ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണ്, നിയോഗങ്ങളാണ് എന്നും അതാണ് കഴിഞ്ഞ വർഷത്തെ. മറ്റൊരു പാട്ട് കൂടി ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അത് ആരംഭിക്കുന്നത് വാത്സല്യത്തിൻ പ്രാതലുമായി കരയിൽ കാത്തു നിന്നവനെയാണ്. കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാവരും വളരെ ഭയചകിതരായി ഇരുന്ന് ശിമോൻ പത്രോസും കൂട്ടരും മീൻ പിടിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിലെ ഭാഗം വായിച്ചപ്പോൾ ലഭിച്ച ചില ദർശനങ്ങളാണത്. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചും ഒന്നും കിട്ടാതെ പരാജയപ്പെട്ട് മടങ്ങി വന്നവരെ കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത് പ്രാതലുമായി കാത്തുനിന്ന ക്രിസ്തു സാന്നിധ്യം, അത് ഒരു വാത്സല്യത്തിൻ്റെ പ്രാതലായിരുന്നു. പരാജയങ്ങളിൽ, പിന്മാറ്റങ്ങളിൽ നമ്മെ സ്നേഹിക്കുന്ന ദൈവ കരുതലിൻ്റെ, ദൈവ കരുണയുടെ പ്രാതലായിരുന്നു. അതാണ് ഒടുവിൽ ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് അച്ഛന് ഈ കഴിഞ്ഞ വർഷത്തെ പാട്ട് എഴുതിയത്. അതെ അതെ. അച്ഛൻ്റെ ജീവിതത്തിൽ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാനസികമായി നമ്മൾ തളർന്നു പോകുവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നിരാശപ്പെടും, ചിലപ്പോൾ പിറുപിറുത്തെന്ന് വരാം, ചിലപ്പോൾ ഒരു പുതിയ വെളിച്ചത്തിലേക്ക് അത് നമ്മെ നയിച്ചു എന്ന് വരാം. ഇതെല്ലാം ജീവിതാനുഭവത്തെ നമ്മൾ കാണുന്ന രീതിയാണ്. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് അത് നമുക്ക് വളർച്ചയ്ക്ക് മുഖാന്തരമാകുന്നോ അതോ തളർച്ചയിലേക്ക് നയിക്കുന്നോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ, പ്രത്യേകിച്ച് രോഗാവസ്ഥയുടെ അനുഭവങ്ങളൊക്കെ അച്ഛന് ഒരു പുതിയ ഉൾക്കാഴ്ചകൾ ലഭ്യമാകുവാനോ അല്ലെങ്കിൽ മനോബലം ദൈവത്തിൽ നിന്ന് കൂടുതൽ പ്രാപിപ്പാനോ അങ്ങനെയുള്ള പ്രത്യേക അനുഭവങ്ങൾ അച്ഛനൊന്ന് പങ്കുവയ്ക്കുന്നതിൽ വിരോധമില്ലെങ്കിൽ ഒന്ന് കേൾക്കുന്നതിന് താല്പര്യമുണ്ട്. 2013 ഞാൻ പെട്ടെന്ന് രോഗബാധിതനായി വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാവുന്നത്. ഇപ്പോൾ അതിൻ്റെ റിവ്യൂ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാമിലാണ്. തീർച്ചയായും എല്ലാ മനുഷ്യരും എന്നതുപോലെ തന്നെ ഞാനും കുടുംബവും ഈ രോഗം ഉണ്ടെന്ന് ബോധ്യപ്പെട്ട നാളുകൾ തകർന്നുപോയി. എന്തുകൊണ്ട് ഇത് എനിക്ക് സംഭവിച്ചുവെന്ന് ഞാനും ദൈവത്തോട് ചോദിച്ചു പോയി. എന്നാൽ ഞങ്ങൾക്ക് കുടുംബത്തിന് ആ ട്രീറ്റ്മെൻറ്റ് നാളുകളിലൂടെ ദൈവം ചില തിരിച്ചറിവുകൾ, ചില ഉറപ്പുകൾ, ദൈവ സാന്നിധ്യത്തിൻ്റെ കരുത്ത് തന്നു. അനേകരുടെ പ്രാർത്ഥനയും കൂട്ടായ്മയും ദൈവസ്നേഹത്തിൻ്റെ ചാനലുകളായി ഞങ്ങൾക്ക് വന്നു. ഒന്നും ദൈവം അറിയാതെയല്ല ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം ആ നാളുകളിൽ ദൈവം തന്നു. കർത്താവിൻ്റെ സഹനത്തെക്കുറിച്ച് നാം ധ്യാനിക്കുകയും നാം അതിനെക്കുറിച്ച് പ്രസംഗിക്കുകയും ചെയ്യും. എന്നാൽ ആ സഹന വഴികളിൽ ചില ചുവടുകൾ വയ്ക്കാൻ കർത്താവ് തരുന്ന അവസരം എന്ന നിലയിൽ രോഗത്തെ കാണാനും കർത്താവ് സഹായിച്ചു.
എല്ലാത്തിലുപരി നാം ഞങ്ങൾ കടന്നുപോയ അനുഭവത്തിൽ ഞങ്ങളോട് കൂടെ സഞ്ചരിക്കുന്നു. ഞങ്ങളുടെ സഹനയാത്രകളിൽ സഹയാത്രികനായി അവിടുന്ന് ഉണ്ട് എന്നും അങ്ങനെ ദൈവം എനിക്ക് ചില പാട്ടുകൾ ആ നാളുകളിൽ തന്നു. അതിലൊന്നാണ് ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്ന ഒരു ഗാനം. അത് എൻ്റെ ട്രീറ്റ്മെൻറ്റ് നാളുകളിൽ എനിക്ക് വലിയ കരുത്തും ബലവുമായി ദൈവം തന്ന ചില സന്ദേശമാണ്. അത് എനിക്ക് പ്രിയപ്പെട്ട ഒരു ധ്യാന ഗുരു ബോബി ജോസ് അച്ഛൻ്റെ ഒരു ഇല്ലസ്ട്രേഷനാണ് അതിന് ഇൻസ്പിറേഷനായത്. അതിങ്ങനെയാണ്: രണ്ടുപേര് പള്ളിയിൽ പ്രാർത്ഥിക്കാനായി പോയി. പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കോരിച്ചൊരിയുന്ന മഴ. വീട്ടിൽ പോകാൻ നിവൃത്തിയില്ല, കുടയെടുത്തിട്ടുമില്ല. ദീർഘനേരം കാത്തു നിന്നപ്പോഴേക്കും അതിലൊരാൾ വളരെ അസ്വസ്ഥനായി പറഞ്ഞു, എന്തൊരു മഴ, പള്ളിയിൽ വരേണ്ടിയിരുന്നില്ല. അദ്ദേഹം ആകെ അപ്സെറ്റായി. എന്നാൽ മറ്റേ ആൾ പറഞ്ഞു, സ്നേഹിത, നമുക്ക് കാത്തിരിക്കാം. ഭൂമിയിൽ ഇന്നോളം പെയ്തിട്ടുള്ള ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. അങ്ങനെ ആ ഇല്ലസ്ട്രേഷൻ അവസാനിക്കുക. എന്നാൽ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ ദൈവം ആഴത്തിൽ അത് എഴുതി വെച്ചു, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. പിന്നീട് അതിനോട് ചേർത്ത് വയ്ക്കാനുള്ള വരികളെ ദൈവം തന്നതാണ്: ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. കാരണം ദൈവം എല്ലാത്തെയും നിയന്ത്രിക്കുകയും ഭരിക്കുകയും ചെയ്യുന്നവനാണ്. അമരത്തൻ അരികെ അവനുള്ളപ്പോൾ എൻ്റെ ചെറുതോണി അവിടുന്ന് തൻ്റെ ഉള്ളം കയ്യിൽ സൂക്ഷിക്കുന്നുവെന്ന്. ആ പാട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ രോഗാവസ്ഥയിൽ എനിക്കും കുടുംബത്തിനും വളരെ ധൈര്യദായകമായിരുന്നു. അതുപോലെ സമാനമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒട്ടനവധി ആളുകൾക്കത് ഹൃദയത്തിൽ ആശ്വാസവും സമാധാനവും നൽകുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ അച്ഛൻ രോഗാവസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അച്ഛന് നേരിട്ട ഒരു രോഗമായിട്ടല്ല അതിനെ പറഞ്ഞത്, ഞങ്ങളുടെ കുടുംബത്തിന് നേരിട്ട ഒരവസ്ഥയെന്ന് അച്ഛൻ പറഞ്ഞത്. അത് വളരെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അച്ഛന് രോഗമുണ്ടായി എന്നുള്ളത് ശരി, പക്ഷേ കുടുംബമാണ് ഒരുമിച്ച് നിന്ന് അതിനെ നേരിട്ടത്. അപ്പോൾ കുടുംബമായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനുള്ള എല്ലാ സംഗതികളും അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുടുംബത്തിൻ്റെ വലിയൊരു സപ്പോർട്ട്, ആ ഒരു വലിയ ബലം, അതോർത്ത് അച്ഛൻ തീർച്ചയായിട്ടും ദൈവത്തെ ഒരുപാട് സ്തുതിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഒരു പെട്ടെന്ന് കുടുംബത്തിലൊരാൾ, കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരംഗം രോഗബാധിതനാവുമ്പോൾ ആ കുടുംബത്തിൻ്റെ എല്ലാ താളക്രമങ്ങളും തകിടുമറിയുക. രോഗത്തിൻ്റെ എല്ലാ അസ്വാസ്ഥ്യങ്ങളും ഉണ്ട്. എന്നാൽ രോഗിയുടെ ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ, സഹധർമ്മിണി, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, അവരും കടന്നു പോകുന്നത് വളരെ വിഷമകരമായ അനുഭവത്തിലൂടെയാണ്. ദൈവകൃപയാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ഈ ഒരു സാഹചര്യത്തെ ഞങ്ങളുടെ പിതാക്കന്മാരിലൂടെ ദൈവം തന്ന ദൈവാനുഭവത്തിൻ്റെ ഒരു ബലത്തിൽ കാണാൻ എൻ്റെ കുടുംബാംഗങ്ങൾക്കും അത് സാധിച്ചു എന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അവരും എന്നോടൊപ്പം ഒത്തിരി ഈ സഹനത്തിൽ പങ്കുചേർന്നു. എന്നാൽ അതിൽ അവർ തകർന്നു പോകാതെ അവരുടെ ദൈവവിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ ദൈവം സഹായിച്ചു. തീർച്ചയായിട്ടും കുടുംബത്തിൻ്റെ ഒരു റോള്, കുടുംബത്തിൻ്റെ ഒരു ഫെയ്ത്ത് അഫർമേഷൻ, ഒരു ഗോഡ് എക്സ്പീരിയൻസ് ഈ രോഗാവസ്ഥയിൽ വലിയ കരുത്താണ്. അതായത് ഈ രോഗാവസ്ഥ അച്ഛൻ്റെ കുടുംബത്തെ മുഴുവനായിട്ട് ഒരു പുതിയ അനുഭവത്തിലേക്ക് എത്തിപ്പാൻ തക്കവണ്ണം പര്യാപ്തമായി എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തീർച്ചയായിട്ടും അച്ഛന് ഇപ്പോഴും ചികിത്സ തുടരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രയും വേഗം പൂർണ്ണ സൗഖ്യമുള്ളവനായി ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. അച്ഛനിൽ നിന്ന് ഒരുപാട് ഗാനങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. അത് അനേകർക്ക് പ്രചോദനപ്രദമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്നുള്ള ആശയം, ഒരു കാറ്റും ശമിക്കാതിരുന്നിട്ടില്ല, ഒരു രാവും വെളുക്കാതിരുന്നിട്ടില്ല, എത്ര വലിയ പ്രത്യാശ നൽകുന്ന ഒരാശയം അതിൻ്റെ പിറകിലുള്ളത്.
അത് അച്ഛൻ്റെ നാവുകളിലേക്ക് ദൈവം തന്നൊരു പാട്ടായിട്ട് അത് വെളിയിൽ വന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ആ പാട്ട് കേൾക്കുന്നതിന് ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്. അച്ഛൻ്റെ നാവിൽ നിന്ന് ആ പാട്ടൊന്ന് കേൾക്കണം. ഒരു 2-3 ലൈനൊന്ന് പാടാം വെച്ചാ. പാടാം. ആ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തന്നരികെ അവനുള്ളതാൽ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാം. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാം. എൻ ജീവിതത്തിന് നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാം. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. അച്ഛനൊരു അനുഗ്രഹീത ഗായകനാണ്, ഒരു ഗാനരചയിതാവാണ്. അത് ദൈവം അച്ഛന് നൽകിയിരിക്കുന്ന വലിയൊരു വരദാനമാണ്. അച്ഛൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ അച്ഛൻ രചിച്ചതായ പാട്ടുകൾ അനേകരെ ഇന്നും പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ്റെ ജീവിത സാക്ഷ്യം തീർച്ചയായിട്ടും പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവർക്ക് ഒരു വലിയ ധൈര്യം പകരുന്ന സാക്ഷ്യമാത്രേ. അച്ഛന് ദൈവം തന്നിട്ടുള്ള ഈ ഒരു വലിയ കഴിവ് തുടർന്നും ഉപയോഗിപ്പാനും അനേകർക്ക് പ്രയോജനപ്പെടുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അച്ഛൻ വന്ന് ഞങ്ങളോട് അച്ഛൻ്റെ സാക്ഷ്യം പങ്കുവെച്ചതിൽ വളരെ നന്ദിയുണ്ട്. അച്ഛനോടുള്ള കടപ്പാട് അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു അച്ഛാ, താങ്ക് യു. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും